അപ്പൊ FA കപ്പ് ജയിച്ചതോടെ കഴിഞ്ഞ 2 സീസണായിട്ട് 2 കപ്പുകൾ സ്വന്തമാക്കിക്കൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് എറിക് ടെൻ ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിയെ ഈ ഒരു സമയത്ത് സാക്ക് ചെയ്യോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വെൽക്കം ടു പലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത സീസണിൽ എന്തായാലും യൂറോപ്യൻ ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ലീഗിലെ ഫിനിഷിങ് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ എറിക് ടെൻ ഹാഗിന് ചിലപ്പോൾ ഒരു സീസൺ കൂടി കൊടുക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം പുള്ളിക്ക് പറ്റിയ ഒരു 3-4 പ്ലേയേഴ്സ് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൊമെന്റ് ഒക്കെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് ലീക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് പുള്ളിയെ സാക്ക് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും മാച്ച് ജയിച്ചതിന് ശേഷമുള്ള സെലിബ്രേഷൻ ഒക്കെ നമ്മൾ കണ്ടു. യുണൈറ്റഡ് വളരെ നന്നായിട്ട് തന്നെ കളിച്ചു. സിറ്റിയെ തറ പറ്റിച്ചുകൊണ്ടാണ് ഈ ഒരു FA കപ്പ് ട്രോഫി അവർ സ്വന്തമാക്കുന്നത്. അപ്പോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ മറ്റൊരു ന്യൂസിലേക്ക് പോകുന്നത് ബയർ ലെവർകൂസന്റെ കാര്യമാണ്. മറ്റൊരു ഡൊമസ്റ്റിക് കപ്പ് ബുണ്ടസ് ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. DFB പൊക്കാൽ കപ്പിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പരീക്ഷ തന്നെയാണ് ലെവർകൂസന് നേരിടേണ്ടി വന്നത്. അവര് കൈസർസ്ലോട്ടറിനെതിരെ ഒരു കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ പെർഫോമൻസ് ആയിരുന്നില്ല പ്രശ്നം. 17-ാം മിനിറ്റില് ഗ്രാനൈറ്റ് ഷാക്കയുടെ ഒരു ബുള്ളറ്റ് ഗോള് നിങ്ങൾ കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ബോക്സിന് പുറത്ത് വെച്ച് ഇങ്ങനെ ഒരു ഷോട്ട് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കിടിലൻ ഗോളോടെ ലെവർകൂസൻ 1-0 മുമ്പിലെത്തി. അവർ ഡോമിനേറ്റ് ചെയ്ത് പൊസിഷൻ ഉണ്ടായിരുന്നു. ജയിക്കാൻ പോകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കളിയാണ്. പക്ഷേ മറ്റൊരു ചലഞ്ചാണ് ബയർ ലെവർകൂസന് പിന്നീട് നേരിടേണ്ടി വന്നത്. 44-ാമത്തെ മിനിറ്റില് ഒഡിലോന് ഒരു സെക്കൻഡ് യെല്ലോ കെട്ടി പുറത്തു പോകുന്ന സിറ്റുവേഷൻ വന്നു. അതോടുകൂടി ഷാബി അലോൺസോ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കളി പോയി. പിന്നീട് നമ്മൾ കണ്ടത് നമ്മൾ മൊറീഞ്ഞോ ടീമൊക്കെ കളിക്കുന്ന പോലെ നെക്സ്റ്റ് 45 മിനിറ്റ്സിൽ എന്ത് വന്നാലും പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ലെവർകൂസന്റെ സൈഡിൽ നമ്മൾ കണ്ടത്. അവർ പിടിച്ചു നിന്നു. 1-0 കൈസർസ്ലോട്ടറിനെ തോൽപ്പിച്ചുകൊണ്ട് അവർ DFB പൊക്കാൽ ഡൊമസ്റ്റിക് കപ്പ് സ്വന്തമാക്കി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഷാവിയുടെ ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുണ്ടസ് ലീഗ ഒരു ഡൊമസ്റ്റിക് കപ്പ്, യൂറോപ്യൻ ലീഗിൽ ഫൈനലിൽ അറ്റ്ലാന്റിക്കെതിരെ തോറ്റു. എന്നിരുന്നാലും ഒരു ഹിസ്റ്റോറിക് സീസണാണ് ലെവർകൂസൻ ഫാൻസിന് കിട്ടിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ പുള്ളി ഈ സീസണിൽ ലെവർകൂസനിൽ തന്നെ തുടരും നമുക്കറിയാം. പക്ഷേ പല ക്ലബുകളും പുള്ളിയുടെ സൈനിങ്ങിനായിട്ട് അടുത്ത സീസൺ കാത്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ മറ്റൊരു ന്യൂസ് വരുന്നത് നമുക്കറിയാം, ഷാവി ബാഴ്സയിൽ നിന്ന് പുറത്തു പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അവിടെ ഹാൻസി ഫ്ലിക്ക് പുതിയ കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബാഴ്സ പുള്ളി ഇങ്ങനെ അപമാനിച്ച് പുറത്താക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മാനേജ്മെന്റ് ഒക്കെ വളരെ കഷ്ടപ്പെട്ട് പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തി ഷാവി അടുത്ത സീസണിൽ തുടരും, വി ആർ വെരി താങ്ക്ഫുൾ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ നിർത്തിച്ചിട്ട് അവസാനം പൊളിറ്റിക്കൽ പ്രശ്നം വന്നതുകൊണ്ട് പുള്ളിയെ പുറത്താക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതുപോലെ യാതൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു മാനേജ്മെന്റ് ആണ് ബാഴ്സ സൈഡിൽ നിന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് പല ഡിസിഷനിലും നമ്മൾ കാണുന്നത്. ഹാൻസി ഫ്ലിക്കിന്റെ കാര്യം നമുക്കറിയാം. പുള്ളി എന്തായാലും ഒരു നല്ല ഇമ്പാക്ട് ബാഴ്സയിൽ കൊണ്ടുവരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ മറ്റൊരു കോച്ചിന്റെ ന്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ആന്റോണിയോ കോണ്ടെ. ഇപ്പൊ സ്പേഴ്സിൽ നിന്ന് സാക്ക് ചെയ്തതിനു ശേഷം ആന്റോണിയോ കോണ്ടെ പല ജോബിന് വേണ്ടിയിട്ടും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി എങ്ങനെയെങ്കിലും ഇറ്റലിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുള്ളത്. അപ്പോ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് നപ്പോളി പുള്ളിയെ സൈൻ ചെയ്യും, അഡ്വാൻസ് സ്റ്റോക്ക് നടക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നപ്പോളിയുടെ സ്ഥിതി നമുക്കറിയാം. ഇപ്പൊ 37 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 52 പോയിന്റുമായിട്ട് 10ാം സ്ഥാനത്താണ് നപ്പോളി ഉള്ളത്. അപ്പോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നപ്പോളിയുടെ കളി കണ്ട് നമ്മളൊക്കെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പെർഫോമൻസിൽ നിന്ന് വളരെ വളരെ താഴോട്ട് പോയ ഒരു നപ്പോളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പൊ കോണ്ടെ വന്ന് ഒന്നുകൂടി റിവൈവ് ഒക്കെ ചെയ്ത് പഴയ ഫോമിലേക്ക് നപ്പോളിയെ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ ടുഷൽ ആയാലും ഷാവി ആയാലും പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കറിയാം ചെൽസി ഇപ്പോഴും മാനേജറെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പല മാനേജറും ഡിസ്കഷൻ ഇന്റേണൽ ആയിട്ട് നടക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അനോണിമസ് മാനേജർ എന്നാണ് പല മീഡിയയും ഇപ്പോ വിലയിരുത്തുന്നത്. അപ്പൊ എന്തായാലും മെക്കാനയുടെ പേര് കേൾക്കുന്നുണ്ട്. ഷാവി ഇപ്പം ഫ്രീ ആണ്, ടുഷിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മൊറീഞ്ഞോയുടെ പേരൊക്കെ റൂമേഴ്സിലൂടെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പല കോച്ചുമാരും ഈ ഒരു ജോബിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.